ഹലോ ഫ്രണ്ട്സ്, അടുത്ത മാസത്തേക്ക് ഉള്ള നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഓക്കെ, അപ്പം ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത്, ബാങ്ക് നിഫ്റ്റിയിലാണ് നിൽക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം? അതോ ഈ ഇങ്ങനെ വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമോ, അതോ ഒന്ന് താഴോട്ടേക്ക് വരുമോ എന്നറിയാൻ നോക്കാം. ഓക്കെ, നമുക്കൊരു 2 hours ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഓക്കെ, 2 hours വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ഈ ലേറ്റസ്റ്റ് വന്ന ബൈയിങ് ആക്ഷൻ ഈ സെപ്റ്റംബർ 9 മുതൽ ഇതുവരെയുള്ള ഹൈ വരെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫിബ് എടുക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഫിബ് എടുക്കുന്നു, ഈ ലോയിൽ കൊണ്ടുവയ്ക്കുന്നു, ഈ ഹൈ പ്ലോട്ട് ചെയ്തു. ഇനി അതിൻ്റെ 0.5-0.618% നമ്മൾ എന്ത് ചെയ്യും? ഒരു റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യും. കളർ മാറ്റി കൊടുക്കാം. ഓക്കെ, ഈ ഹൈയും ഈ ലോയും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടെ മാർക്ക് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇനി എന്താ കാണുന്ന ചാർട്ടിൽ? ബയേഴ്സ് ഇവിടം വരെ കൊണ്ടുവന്നു. അവരുടെ സ്ട്രെങ്ത് ഇതിന് താഴെ പോയി സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞൊന്നും സംഭവിക്കില്ല. സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ബയേഴ്സ് പോകുന്നു, അവർ മാറുന്നു, എന്താ പറയുക, മാർക്കറ്റിൽ നിന്ന് മാറുന്നു, ഔട്ടാവുന്നു എന്ന് ഒരു ചിത്രം ക്ലിയർ ആവുള്ളൂ. ഒരു ക്യാൻഡിൽ പോയെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വരാം, ഇതുവരെയൊക്കെ ഒരു ഫോള് വരാം, ഇതുവരെയൊക്കെ വരാം, ഇവിടുന്നൊക്കെ വന്ന് ചിലപ്പോൾ താഴെ പോകുന്നതൊക്കെ കാണിച്ചിട്ട് വീണ്ടും കയറി വരാം, വീണ്ടും മോളിൽ പോവാം. ഓക്കെ, എന്താണോ സംഭവിക്കുക അത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ എന്താണോ നമ്മുടെ സിനാരിയോ, ട്രേഡിങ്ങിനുള്ള സിനാരിയോ, അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, അല്ല താഴെ വരുന്ന കണ്ടിട്ട് പേടിച്ചോടി എല്ലാം ഇടിഞ്ഞിട്ട് താഴെ വരും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനൊരു സ്ട്രോങ് സ്റ്റോൺ ആണ് ഈ കാണുന്നത്. 50-400 മുതൽ 52,000 വരെയുള്ള ഈ 400 പോയിന്റ്. ഓക്കെ, ഇതും ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് അങ്ങനെയൊക്കെ നിന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ വരാം. ഇത് കഴിഞ്ഞ് അങ്ങോട്ടെന്നുള്ളത് അപ്പം നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്ന് വരാം, ചിലപ്പോൾ ഒരു മാസം എടുത്തെന്ന് വരാം. ചിലപ്പോൾ അറിയാമല്ലോ, കഴിഞ്ഞ ഈ ആഴ്ച നല്ല സൈഡ് വേസ് ട്രാപ്പും ഓപ്ഷൻ പ്രൈസ് ആണെങ്കിൽ നല്ല രീതിയിൽ പെട്ട് കാണുന്നൊരു മാർക്കറ്റാണ്. അതുപോലെ സൈഡ് വേസ് ആയിട്ടൊക്കെ നിൽക്കാൻ എന്തുകൊണ്ട് സംഭവിക്കാം. മൺഡേ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ചിലപ്പോൾ നടക്കാൻ ചിലപ്പോൾ നടക്കാതിരിക്കും. ഈ ലോ അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഓപ്പൺ ആവുകയാണ്, താഴെ എങ്ങനെ ഓപ്പൺ ആവുകയാണെങ്കിൽ ബയേഴ്സ് വീണ്ടും മോളിൽ കൊണ്ടുപോകും. ഇവിടുന്ന് താഴെ വരാം, ഇവിടുന്ന് താഴെ വരാം. നമുക്ക് തോന്നുന്നു ഇവിടുന്നൊക്കെ ബ്രേക്കൗട്ട് കിട്ടുമ്പോൾ വീണ്ടും മോളിൽ പോകുന്നത് തോന്നാം, അവരെ ട്രാക്ക് ചെയ്തിട്ട് വീണ്ടും താഴെ വരാം. ഈ സോണിലൊക്കെ ചിലപ്പോൾ ട്രാക്കിങ് നടന്നുകൊണ്ടിരിക്കാൻ കുറേ നാൾ. ഓക്കെ, ഒറ്റ ദിവസം നടക്കുന്ന അറിയില്ല. ഒരു മന്തിലേക്കുള്ള ഔട്ട്ലുക്കാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് മന്തിൻ്റെ അറിയാം, നെക്സ്റ്റ് മന്തിൻ്റെ അറിയാം. ഓക്കെ, ഈ മന്തിൽ നമുക്കുള്ള ഒരു എന്തൊക്കെ നടക്കാമെന്നൊരു ചെറിയൊരു ഐഡിയയിലാണ് ഞാൻ പറയുന്നത്. 2 ലെവൽസ് ഉണ്ട്, മേജർ ലെവൽസ് എന്ന് പറയുന്ന 2 ലെവൽസ് ഉണ്ട്, ഒരു കീ സോൺ ഉണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഇതാണ് നോക്കേണ്ട കാര്യം. ഓക്കെ, ഇപ്പം ഇൻട്രാഡേയിലാണെങ്കിൽ നമ്മൾ ഇതേ സെറ്റപ്പ് വെച്ച് എങ്ങനെ ട്രേഡ് എടുക്കാം? എങ്ങനെ ട്രേഡ് എടുക്കാം? എന്ന ഇന്നലത്തെ മാർക്കറ്റ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം നമുക്ക് പല രീതിയിലും എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഏത് രീതി യൂസ് ചെയ്താലും അത് വർക്ക് ചെയ്യും. അപ്പം നമ്മൾ ഒരു പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇവിടെയാണ് 5 minute ക്യാൻഡിൽ ക്ലോസ് ആയത്. എന്താ ചെയ്യുക? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ഹൈ മുതൽ ഈ ലോ എന്ന് പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് ഈ 0.5-0.618 സോണിനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിനെ കളർ മാറ്റി റെസിസ്റ്റൻസ് ആയിട്ട്. ഓക്കെ, എന്ത് മനോഹരമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടുന്നത്. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ഒന്നും ചെയ്യേണ്ട, ഇതൊന്ന് വാച്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യോ ഇല്ല, എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ 0.5% ഈ സോണിനെ എന്താ പറയുക, അതിനെ ക്രോസ് ചെയ്യാനും അതിലൊന്നും ചെയ്യാനും ബയേഴ്സിന് കഴിഞ്ഞില്ല. അവിടെ നിന്ന് കറക്റ്റ് റിജക്ഷനായി മാർക്കറ്റ് എന്ത് സംഭവിച്ചെന്ന് കണ്ടില്ല. ഇത് എല്ലാ ദിവസവും മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫിബ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ പ്ലോട്ട് ചെയ്താലും എങ്ങനെ ചെയ്താലും കറക്റ്റ് വരും.
പക്ഷെ അതിൽ കാര്യമില്ല. നമ്മൾ അതുകൊണ്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് നമ്മൾ സ്വയം കണ്ടുപിടിക്കണം. ഓക്കെ, 0.5, 0.600 ലെവൽസ് മാർക്കറ്റിൽ എന്താ പറയുക, ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഈ പറഞ്ഞ നമ്മളെല്ലാവരും പറഞ്ഞ മാർക്കറ്റ് മേക്കേഴ്സ്, ഓപ്പറേറ്റേഴ്സ് അവരെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. പ്രൈസ് അതിനെ റെസ്പെക്ട് ചെയ്ത് വേണ്ട താഴോട്ട്. ഓക്കെ, ഒരു 15 മിനിറ്റ് അല്ല 1 അവർ ഇൻട്രാഡേയിലേക്ക് വേണ്ടി നോക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കാം? ഈ ഹൈ, ഈ ലോ. നെക്സ്റ്റ് ഡേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഈ 0.5, 0.6. മൺഡേ ഒരു ബുള്ളിഷ് മൂവ് നോക്കണമെങ്കിൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നോക്കാം. ഇവിടെ അഥവാ ഇവിടെ വന്ന് മുകളിൽ വരികയാണെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ വരികയാണെങ്കിൽ താഴോട്ട് നോക്കാം. ഇത് ചെറിയൊരു എന്താ പറയുക, ഇപ്പോഴത്തെ ഈ ചാർട്ട് കണ്ടിട്ടുള്ള ഡൗട്ടിൽ നിങ്ങൾ മൺഡേ എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത് എങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നാലും ഇതൊരു നല്ല സോൺ ഇൻട്രാഡേക്ക് വേണ്ടിയുള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം ചെയ്യാന്നുള്ളൂ. ഞാൻ ഒരു ബേസിക് ഔട്ട്ലുക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണിൻ്റെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, അത് എങ്ങനെ കൺസിഡർ ചെയ്യാം എന്ന് കാണാം. ഇതൊരു പ്യൂർ സൈഡ് വേസ് ആണ്. അപ്പോൾ എന്താ കണ്ടില്ല, ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഇതിൽ ഫിബ് ഉപയോഗിച്ചാണ് നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഇതാണ് ക്ലോസ് ടു ഓപ്പൺ വരാൻ. ഓപ്പൺ ഇതാണ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ലെയർ എങ്ങനെ നമുക്ക് ഈ പ്ലാൻ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഓരോ ദിവസം ചാർട്ട് നോക്കുമ്പോൾ ഇത് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ പല ഐഡിയാസ് കിട്ടുമല്ലോ. ഇത് സോൺ നമ്മൾ പ്ലോട്ട് ചെയ്തു, സപ്പോർട്ട്. ഓക്കെ, എന്നിട്ട് ഇതിനടുത്ത് കളയാം. ഇതൊരു ടൂൾ മാത്രമാണ്. നമുക്ക് പ്രൈസ് ആക്ഷൻ ചാർട്ട്, എവിടെയാണ് മാർക്കറ്റ് മേക്കേഴ്സ് ഇരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ടൂൾ മാത്രമാണ്. അല്ലാതെ ഇത് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് ഇവിടെ ട്രേഡ് വരും എന്നല്ല പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ വന്നിരുന്നു എങ്കിൽ നല്ലൊരു മൂവ് കിട്ടിയാണ്, പക്ഷെ വന്നില്ല, സൈഡ് വേസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒന്നും വന്നില്ല, നമ്മൾ ഇതുവരെയൊക്കെ എത്തി. ഈ പോയിന്റിലൊക്കെയാണ് മാർക്കില്ല, ഈ ക്യാൻഡലിലെ മോമെന്റ് 10:40 നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? വേറെ രീതിയിൽ നോക്കാം. ഫിബ് എന്നെ വീണ്ടും എടുക്കുക. ഈ ലോ ടു ഈ ഹൈ നല്ലൊരു ഇമ്പോൾസ് മൂവ് അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹൈ ഒന്ന് മാർക്ക് ചെയ്യും. വീണ്ടും 0.5, 0.6 ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ വന്നിട്ടില്ല, അത് നമുക്ക് വിടാം. കാരണം മാർക്കറ്റിൽ ഒന്നും നടക്കുന്നില്ല. മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കണമെങ്കിൽ ഈ പറഞ്ഞതിലേക്ക് വന്നിട്ട് വീണ്ടും നല്ലൊരു മൂവൊക്കെ വരാം. ഇവിടെ നിന്ന് വന്നിട്ടില്ല. ഇവിടെ നിന്ന് ഇതേ രീതി സോണിൽ ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് നിന്ന് എന്താ പറയുക, പ്രീമിയം ഡിക്ക് ചെയ്യിച്ചുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് വിടാം. ഓക്കെ, നമുക്ക് കാണുന്ന സീരിയസ് ആയിട്ട് ട്രേഡിംഗ് അപ്രോച്ച് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു കൺസെപ്റ്റാണ്, നല്ലൊരു ഐഡിയ ആണ്. എന്താ പറയുക, ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയെന്നല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ഇഷ്ടംപോലെ കിട്ടും, യൂട്യൂബിൽ കിട്ടും. അതിലൊന്നും കാര്യമില്ല. എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നില്ലാണ് നമുക്കൊരു അപ്രോച്ച് കിട്ടും. നമ്മുടെ ഐഡിയയിലൊന്നും വന്നിട്ടില്ല, നമുക്ക് ഇന്നത്തെ ദിവസം ട്രേഡ് ഇല്ല എന്നാണ് ചിന്തിച്ചാൽ പോലും. ഇല്ലാത്ത ട്രേഡ് കൂടെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. വേറെ രീതിയിൽ പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ ഈ ഹൈറ്റ് ഈ ലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം നോക്കട്ടെ. ആണെന്നില്ലേ, നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് പോയി ഇതിൻ്റെ ഇവിടെ ഈ സോണിൽ തന്നെ നിന്ന് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഈ സമയം കൊണ്ട് പ്രീമിയം എല്ലാം നല്ല രീതിയിൽ ഡി കെ നിൽക്കുകയായിരിക്കും. മാർക്കറ്റ് ഇവിടെ തീരുകയും ചെയ്തു. അടുത്ത ദിവസം അതേ സോണിൽ തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവും. അപ്പൊ അതിന് ഇത്രയും ലേറ്റ് ആവുന്നതിന് മുമ്പേക്ക് ഇവിടെ എങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഫെയിൽ ആവേ, ചിലപ്പോൾ വീണ്ടും മോളിൽ പോവേ എന്നൊക്കെ ചെയ്താൽ ഇത് ആ സോണിൽ തന്നെ നിന്ന് എത്ര പോയിന്റ് സോണായിരുന്നു? 64 പോയിന്റ്. ബാങ്ക് നിഫ്റ്റിയാണ് 64 പോയിന്റ് സോണിലാണ് ഇവിടെ നിന്ന് റിജക്റ്റായി ഇങ്ങനെ നിന്ന് പ്ലേ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഇത്ര കാര്യമുള്ളൂ.
ഇത് ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ചാർട്ടിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിഹേവിയർ, അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ ബിഹേവിയർ, അവരെന്താണ് നോക്കുന്നത് എന്നൊക്കെ നോക്കും. അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ആയോ ഇല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ ഒരു ചെറിയ ഒരു നമ്മുടെ ചാർട്ടിൽ തന്നെയുള്ള ഒരു ടൂൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഈ വന്ന ബയേഴ്സ് എന്തായാലും ഇവിടം വരെ വന്നെന്ന് പറഞ്ഞ് ഇവര് പേടിക്കാനൊന്നും പോണില്ല, അല്ലേ? ഇവര് പേടിക്കാനൊന്നും പോണില്ല. ഈ വന്ന ബയേഴ്സ് അവിടെ തന്നെ നിൽക്കും. ഒരു ക്യാൻഡിൽ ക്ലോസ് ആയെന്ന് പറഞ്ഞ് പേടിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്യുകയാണ് സെല്ലേഴ്സ്, സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവര് പയ്യെ ഇറങ്ങുന്നു. തിരിച്ച് ഈ സോണിലെത്തുമ്പോൾ ഒന്നീ ബ്രേക്ക് ചെയ്ത് പോകാം, ഇല്ലെങ്കിൽ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് പുതിയ ബയേഴ്സ് വരാം. ഇതാണ് മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, ഇത് അടുത്ത മാസത്തേക്കുള്ള മേജർ ഔട്ട്ലുക്കാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് ഉള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. എന്നാലും ഇതും കൂടെ ഈ ഫിബു വെച്ചുള്ള ഒരു എന്താ പറയുക കൺസെപ്റ്റ് കൂടെ നോക്കി നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതാണുള്ളത്. വേറെ ദിവസത്തേക്ക് ഞാൻ ചേർന്നു അപ്പോൾ സെപ്റ്റംബർ 12 ഗ്യാപ്പാണ്. എന്ത് സംഭവിച്ചെന്ന് നോക്കാതെ നമുക്ക് ഇത് തൊട്ട് നോക്കാം. കാരണം നല്ല ഒരേ ക്യാൻഡിൽസ് ഉള്ള എന്ന് വെച്ചാൽ എല്ലാം ബൈങ് ക്യാൻഡിൽസ്. അപ്പോൾ നമുക്ക് ഈ ലോട്ട് നോക്കാം. ഈ ലോയിൽ നമ്മൾ മുതൽ ഈ ഹൈ വരെ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ തന്നെ കാണും. ഇത് സ്ട്രാറ്റജി അല്ല, നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റാണ്. സ്ട്രാറ്റജി ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇത് കണ്ടില്ല, ഗ്യാപ്പ് ഒക്കെ ഓപ്പണായി ഈ പോയ ബയേഴ്സിന്റെ അതേ സോണിലൊന്നും ഒരു ക്യാൻഡിൽ താഴെ വന്നെന്ന് പറഞ്ഞവർക്കൊന്നും സംഭവിച്ചില്ല. ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇത്രയും പോയിന്റ് ഗ്യാപ്പ് ഒക്കെ നടത്താമെങ്കിൽ ഇവർ മണ്ടന്മാരല്ലല്ലോ, വീണ്ടും കൊണ്ടുപോയി. ഓക്കെ, ഇവിടെ വരുമ്പോൾ സെല് ചെയ്യാൻ പോയാൽ അവർ എസ് എല്ലാം കൊണ്ട് നമ്മോട് പോയി വീണ്ടും ഇവിടെ തന്നെ നിന്ന് എത്ര മണിക്കാ 1:55 എന്ത് മൂവാണ് നോക്കി. ഇതിങ്ങനെ കഴിഞ്ഞ ചാട്ടിലെ കാണിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ കഴിഞ്ഞ ചാട്ടിൽ ഇങ്ങനെ കാണിച്ചാലേ കുറച്ച് പാടായിരിക്കും. ഇത് ഈ ഒരു കൺസെപ്റ്റ് എന്താ പറയുക, നിങ്ങൾ സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കുക. കൺസെപ്റ്റ് എന്നല്ല, ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഫിബൊനാച്ചിയുടെ 0.5 പ്രാധാന്യം അറിഞ്ഞുള്ള കാര്യം ട്രേഡിംഗ് മേഖലയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂസ് ചെയ്യുന്ന തരത്തിലുണ്ടെന്ന് ഡൗട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിന് താഴെ ഇതാണെങ്കിൽ ഇവിടെ താഴെ വന്നു, വീണ്ടും ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു, ക്ലോസ് ചെയ്യാൻ സെല്ലേഴ്സിന് സാധിക്കുന്നു എങ്കിൽ കഥ വേർന്നായിരുന്നു. പക്ഷെ സാധിച്ചില്ല. ഈ ക്യാൻഡിലെ കണ്ട് ചാടിക്കാർ സെല്ലിങ് ചെയ്തവരെ കേസലുമുണ്ട്, അതുപോലെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പല മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രേഡിംഗ് നമുക്ക് ഇപ്പൊ തന്നെ ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത ആരും കാണുമെന്ന് എനിക്ക് തോന്നില്ല. ഉപയോഗിക്കാത്തവരാണ്, ഇംപ്ലിമെന്റ് ചെയ്യാത്തവർ കാണുമായിരിക്കും, പക്ഷെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കുറവായിരിക്കും. ഏറ്റവും കുറഞ്ഞൊരു EMA ക്രോസ് ഓഫ് സ്ട്രാറ്റജിയിൽ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കുറവാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഏത് ചെറിയ സ്ട്രാറ്റജി ആയാലും അതിൻ്റെ കൂടെ ഇതൊക്കെ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് എവിടെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു വ്യൂ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇപ്പൊ തന്നെ കുറച്ച് ലെങ്തായി. ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് പ്രതീക്ഷിക്കുന്നു. എന്നാലും എനിക്കും അറിയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്നത് നല്ലതാണോ എന്നൊക്കെ എനിക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.